അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ ബിസ്മി ഒരു അതിമഹത്തായ ആയത്താണ് എന്ന് പലർക്കും അറിഞ്ഞോ അറിയാതെയോ ആണ് പലരും ചൊല്ലുന്നത്. എന്നാൽ ചൊല്ലാൻ മടിക്കുന്നവരുമുണ്ട്, മറക്കുന്നവരുമുണ്ട്. 19 അക്ഷരങ്ങളാണ് ബിസ്മിയിലുള്ളത്. ബാ, സീന്, മീമ്, അലിഫ്, ലാമ്, ഇരട്ട ലാമ്, ഹാ, അലിഫ്, ലാം, റാ, ഹെ, മീം, നൂൻ, അലിഫ്, ലാം, റാ, ഹെ, യാ, മീം. ആകെ 19 അക്ഷരങ്ങൾ. ഇത് എഴുത്തിലുള്ള അക്ഷരങ്ങളാണ്. മറഞ്ഞു കിടക്കുന്ന 2 അക്ഷരങ്ങൾ വേറെയും ബിസ്മിയിലുണ്ട്. എന്നാൽ ഈ 19 അക്ഷരങ്ങൾ 19 ദിവ്യ നാമങ്ങളെ കുറിക്കുന്നു. 1 അള്ളാഹു, 2 റഹ്മാൻ, 3 റഹീം, 4 റബ്ബ്, 5 സലാം, 6 മുഅ്മിൻ, 7 മുഹൈമിൻ, 8 സത്താർ, 9 ഹയ്യ്, 10 മുഹ്യി, 11 ഹലീം, 12 ഹന്നാൻ, 13 മന്നാൻ, 14 ഹയ്യ്, 15 ഖയ്യൂം, 16 ബാരി, 17 മുബീൻ, 18 റാഹിം, 19 ഹബീബ്. ഇങ്ങനെ 19 നാമങ്ങളെ കുറിക്കുന്നതാണ് ഈ ബിസ്മിയിലെ 19 അക്ഷരങ്ങൾ. ഈ 19 അക്ഷരങ്ങളെ 19 കള്ളികളുള്ള കളങ്ങളിലടക്കി ചുമന്ന് നടന്നാൽ അതുകൊണ്ട് വളരെ മഹത്തായ പ്രതിഫലം ഉള്ളതിനോടൊപ്പം വളരെ ഗുണകരമായ ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. കളമടക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് ബിസ്മിയുടെ കളം അടക്കിത്തരണം എന്നാണ് പറയേണ്ടത്. അങ്ങനെ ചെയ്തു മേടിച്ച് നമ്മുടെ ശരീരത്തിൽ ചുമന്നാൽ അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ അവനത് തട്ടിക്കളയുകയില്ല. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഔസാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രി എനിക്കെന്തോ ശല്യം വന്നു. അപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലി. അപ്പോൾ എന്നെ ശല്യപ്പെടുത്തിയ ആ പിശാച് പറഞ്ഞു, നീ ചൊല്ലിയത് ഒരു മഹത്തായ മന്ത്രമാണ്. നീ അഭയം പ്രാപിച്ചതൊരു മഹത്തായ സംജ്ഞയിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത്. 150 ബിസ്മി പതിവായിട്ട് നാം ഓതിയാൽ ഇതേപോലെ വളരെ പ്രതിഫലങ്ങൾ അതിനുമുണ്ട്. നമ്മൾ അറിയാതെ നമുക്ക് പല അനുഭവങ്ങളും അതിൽ നിന്ന് ലഭ്യമാകും. പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ഫാത്തിഹയും ബിസ്മിയോടുകൂടി ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ചൊല്ലിക്കൊണ്ട് ഒരാൾ വീട്ടിലേക്ക് കയറിയാൽ അവിടെ ദാരിദ്ര്യം വന്നുപെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹക്കുമുണ്ട് അനേകായിരം പ്രത്യേകതകൾ. ബിസ്മി ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ബിസ്മി ചൊല്ലാൻ. പക്ഷേ അതെങ്ങനെ ചൊല്ലണം എന്ന് ചോദിച്ചാൽ ആ അറിവ് പോരാ. അറിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം പറയാൻ. നമ്മൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു പ്രവൃത്തിക്ക് ഒരുങ്ങുകയാണെങ്കിലും അതിൻ്റെ മുന്നിൽ ബിസ്മി വേണം. തിന്നാൻ, കുടിക്കാൻ, അതുപോലെ ദുആ ചെയ്യാനാണെങ്കിലും അതിൻ്റെ മുന്നിൽ ബിസ്മി വേണം. അങ്ങനെയാണ്. ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആരും ബിസ്മി ചൊല്ലാറില്ല, അല്ലേ? എന്നാൽ അപൂർവം ചിലർ ചൊല്ലാറുണ്ട്. അത് വളരെ മഹത്തായ കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ആഗ്രഹ സാഫല്യത്തിന്, ആമീൻ, അതുപോലെ ദുആ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനൊക്കെ വളരെ അത്യാവശ്യമായതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂക്ഷിക്കുക.